ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മാർച്ച് മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മരാശിയാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ 7-ൽ സ്ഥിതി ചെയ്യുന്നു. മാർച്ച് 14-ന് ആ സൂര്യൻ 7-ൽ നിന്നും 8-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 11-ല് നേർസഞ്ചാരത്തിലാണ്. ബുധൻ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. മാർച്ച് 15 മുതൽ 8 നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഗുരു ആണെങ്കിൽ 10-ല് സ്ഥിതി തുടരുന്നു. ശുക്രൻ അഷ്ടമത്തിൽ മാർച്ച് 2 മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ വക്രഗതിയിലാകുന്നു. ശനി 7-ലാണ്. മാർച്ച് 29-ന് ആ ശനി അഷ്ടമത്തിലേക്ക് രാശിയിലേക്ക് മാറുന്നു. രാഹു 8-ലും കേതു 2-ലും സ്ഥിതി തുടരുന്നു. ആദ്യം നമുക്ക് ഈ കുറുകാരുടെ ആരോഗ്യസ്ഥിതി മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം ജന്മരാശിയാധിപൻ ആദ്യ 2 വാരം 7-ലാണ്. അതിനുശേഷം രാശിയാധിപനായിട്ടുള്ള സൂര്യൻ 8-ലേക്ക് മാറുന്നു. അവസാനത്തെ 2 വാരം നമ്മൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. മാത്രമല്ല രാഹു, അതുപോലെ സൂര്യൻ 8-ല്, അതുപോലെ 2-ലാണെങ്കിൽ കേതു. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ജന്മരാശിയാധിപൻ വരുന്നത്, സൂര്യൻ വരുന്നത്. മാത്രമല്ല സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുന്നു. അതിനാൽ അല്പം ആ സമയത്തുള്ള നമ്മൾ കഴിവതും അസമയത്തുള്ള യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഡ്രൈവിങ്ങിലൊക്കെ കെയർ വേണം. ചിലർക്ക് ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇൻഫെക്ഷൻ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം. അതുപോലെ ആഹാരത്തിലും ഒരു കെയർ വേണം. ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 10-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് ചില വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് തൊഴിലിലെ മാറ്റങ്ങൾക്കോ ട്രാൻസ്ഫറിനോ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ വരാം. ചിലർക്ക് നഷ്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ആബ്സെൻസിന് അവരുടെ ആ ഉയർന്ന ചുമതലകളൊക്കെ ചിലപ്പോൾ നിർവഹിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം. അത് അവർക്കൊരു അപ്രതീക്ഷിതമായ നേട്ടമായിട്ട് കാണാം. പൊതുവെ ഈ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങളും വരാം. ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഉള്ള ഒരു സഹകരണക്കുറവ്, അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മേലുദ്യോഗസ്ഥർ അവരുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത വേണം. പ്രധാന തീരുമാനം എടുക്കുന്നതിലും മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ മാർച്ച് മാസത്തിൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് അല്പം വർക്ക് പ്രഷറൊക്കെ അനുഭവപ്പെടാം, ടെൻഷൻ ഉണ്ടാകാം. തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും ചിലപ്പോൾ തൊഴിൽ കിട്ടുന്നതിന് അല്പം ചെറിയ കാലതാമസമൊക്കെ ചിലപ്പോൾ വേണ്ടിവരും, ഒരു കാത്തിരിപ്പൊക്കെ വേണ്ടിവരും. അതേസമയം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ 7-ൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയാധിപൻ സൂര്യൻ 7-ലുണ്ട് ആദ്യത്തെ 2 വാരം. അപ്പോൾ അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും അതുപോലെ ശുക്രനും ഒക്കെ തന്നെ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ആദ്യ പകുതി ബിസിനസ്സിലൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും.
പൊതുവെ സ്ഥിതിയൊക്കെ അനുകൂലമാകും. എങ്കിലും അവസാന പകുതി, അതായത് അവസാനത്തെ 2 വാരം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഫ്ലക്ച്വേഷൻസൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു പ്രയത്നമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം. അവരുടെ ഭാഗത്ത് ക്ഷമയുണ്ടാകണം, അച്ചടക്കമൊക്കെ ഉണ്ടാകണം. വിദേശ വിപണനത്തിന് നിലവിലെ സ്ഥിതി തുടരുന്നതിനാണ് സാധ്യത. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നല്ലതാണ്. അവരുടെ ഏരിയകളിലൊക്കെ ഡീപ്പായിട്ടുള്ളൊരു നോളജൊക്കെ ഉണ്ടാക്കാൻ അത് സഹായകമാകും. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ്. 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അത് 11 നേർസഞ്ചാരത്തിലാണ്. അത് ഗുണം ചെയ്യും. അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ കഴിവതും ഒറ്റയ്ക്ക് എടുക്കാതെ കൂടി ആലോചിച്ചൊക്കെ എടുക്കുന്നത് ഗുണം ചെയ്യും. കഴിവതും ഒരു തീരുമാനവും സഡനായിട്ട് എടുക്കാതിരിക്കുക. അതുപോലെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം പൊതുവെ അനുകൂലമാണ്. അതേസമയം അവ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊരു വിലയിരുത്തലും കൂടെ ഈ വിദ്യാർത്ഥികൾ നടത്തണം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപൻ ബുധനാണ്. ബുധൻ അഷ്ടമത്തിലാണ്. 15 മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ധനപരമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ധനവ്യയത്തിലും കെയർ വേണം. അനാവശ്യ ചെലവുകളൊക്കെ ചുരുക്കണം. ധനഭാവത്തിൽ ബുധനും ശുക്രനും രവി അതുപോലെ ഗുരു കുജൻ ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മണി ഗെയിൻ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. എങ്കിലും ധനസ്ഥിതിയിൽ ഒരു സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. 2 കേതുവൊക്കെ ഉള്ള സമയമാണ്. കേതു പൊതുവെ ഒരു സംതൃപ്തി തരുന്ന ഗ്രഹമല്ല. മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി 2 എങ്കിലും നമുക്ക് അവിടെ ഒരു കെയർ വേണം. അതുപോലെ കുടുംബ കാര്യങ്ങൾക്കായിട്ട് ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. 7ാം ഭാവാധിപൻ ശനി 7 ഉണ്ട് 28 വരെ. അതുപോലെ 29 ശനി അഷ്ടമത്തിലേക്ക് മാറും. അപ്പോൾ ആദ്യത്തെ 2 വാരം ആലോചനകൾക്ക് സാധ്യത കൂടുതലാണ്. അവസാനത്തെ 2 വാരം ആലോചനകളിൽ ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. 5 കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അത് കമിതാക്കൾക്കിടയിൽ ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായെന്നൊക്കെ വരാം. അതിൽ ശുക്രൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു പ്രണയ ബന്ധത്തിലും ഒരു സുഖക്കുറവ് ചിലപ്പം അനുഭവപ്പെട്ടു എന്ന് വരാം. ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ശനിയും സൂര്യനുമായിട്ടുള്ള ആ യോഗം 7 ഉണ്ട്. ആദ്യത്തെ 2 ആഴ്ച ആ സൂര്യൻ 7 ശനി 7 2ഉം ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിൽ ഒരു കെയർ വേണം. അവസാനത്തെ 2 വാരം ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ കെയർ വേണം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷമില്ലായ്മ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈ ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്ത് 8 നിൽക്കുന്നു. ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ രാഹുവും ശുക്രനും ഒക്കെ ഒരു ബന്ധം വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ ജാഗ്രത വേണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അവഹേളനം, അപകീർത്തിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചതിക്കൊക്കെ സാധ്യതയുണ്ട്. അവയിലൊക്കെ ശ്രദ്ധിക്കണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 കേതുണ്ട്. എങ്കിലും 2ലും 4ലും ഒക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ബുധനും ശുക്രനും രവിയും കുജനും ഒക്കെ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ
പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഈ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. എങ്കിലും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി രണ്ടിലുണ്ട്, വാഗ്വാദങ്ങൾ, അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിവതും ഒഴിവാക്കി പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം. മാർച്ച് മാസം 10, 11, 25, 26, 29, 30 ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതൊക്കെ ഈ ദിവസങ്ങളിലാകാതിരിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ദിവസങ്ങളിലാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ്. ചിങ്ങക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരുള്ളൂ, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും. അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അത് മാർച്ച് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നൽകും. മാത്രവുമല്ല, കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.